ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ CPM CPI പോര് രൂക്ഷമാക്കിയത് പിണറായി വിജയന്റെ കടുംപിടുത്തമാണ്. ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നതിനിടയിലുള്ള പിണറായിയുടെ പ്രകോപനപരമായ പ്രസ്താവന CPIയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ പന്ത് ഇപ്പോഴും പിണറായിയുടെ കോർട്ടിലാണ്. CPIയുടെ കടന്നാക്രമണത്തിന് പിണറായി എന്ത് മറുപടി കൊടുക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ ഇടതുമുന്നണിയുടെ തന്നെ രാഷ്ട്രീയ ഭാവി. PS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, പിണറായിയുടെ കടുംപിടുത്തം, അതിനെ തുടർന്ന് ഇങ്ങോട്ട് പോരാണ്, ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമോ എന്നുള്ളതിലാണ് ഇനിയുള്ള ആകാംക്ഷ. പന്ത് പിണറായിയുടെ കോർട്ടിലാണ്. പിണറായി എന്തായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? രോഷ്നി, പന്ത് പിണറായിയുടെ കോർട്ടിൽ തന്നെയാണ്. കാര്യം, ഈ വിഷയത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നണി മര്യാദ എന്നൊന്നുണ്ട്. ഒരു ചെറിയ കക്ഷിയാണെങ്കിലും വലിയ കക്ഷിയാണെങ്കിലും മുന്നണിയിൽ രണ്ടു പാർട്ടികൾ തമ്മിൽ ചർച്ചയിലിരിക്കുന്ന, രണ്ടു പാർട്ടികൾ തമ്മിൽ സംസാരത്തിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുക, അതും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുക, മറ്റൊരു ചർച്ചയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ആ രണ്ടാമത്തെ കക്ഷിയെ വലിയ തോതിൽ അവമതിക്കുന്ന ഒന്നാണ്. CPI അത്ര ചെറിയ കക്ഷിയല്ല എന്നുള്ളത് കൂടിയുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാതൃപ്രസ്ഥാനം എന്ന് പറയാവുന്ന പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും സീനിയോറിറ്റിയുള്ള പ്രസ്ഥാനം, വലിയ പ്രസ്ഥാനമാണ്. അപ്പോൾ അത്തരമൊരു പ്രസ്ഥാനത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഉഭയകക്ഷി ചർച്ച നടക്കുന്നതിനിടയിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് മുന്നണി മര്യാദകൾക്ക് ഉള്ള ലംഘനമാണ്. അതാണ് CPI ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും LDFന്റെ ആരോഗ്യത്തിനും CPMന് ഈ മുന്നണി രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഒരു ശരി, രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. രഞ്ജിത്ത്, ഈ പറഞ്ഞു വന്നത് ഇതാണ്, പന്ത് പിണറായിയുടെ കോർട്ടിലാണ്. അതിൽ CPIക്ക് ഇപ്പോൾ വന്നിട്ടുള്ള നേതാക്കളുടെയൊക്കെ പ്രതികരണമുണ്ടല്ലോ, അതിനൊക്കെ ഇനി പിണറായി മറുപടി പറയുമോ എന്നുള്ളതും കാണണം.